ഒരു ഉഗ്രൻ തമിഴ് സ്റ്റൈൽ ബിരിയാണി ഉണ്ടാക്കിയല്ലോ. ഞാനിതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഒരു 1.5 കിലോ ചിക്കനിൽ ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും കൊഞ്ചം തൈരും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കണം. പിന്നീട് 1 കിലോ ബിരിയാണി റൈസ് എടുത്ത് അതിൽ കുറച്ച് പുതിനയിലയും മല്ലിയിലയും ഉപ്പും കൂടെ ഇട്ട് ഒരു 75% വേവാകുമ്പോൾ എടുത്ത് മാറ്റി വയ്ക്കണം. പിന്നീട് ഒരു വലിയ പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് നെയ്യും ഇട്ട് ആവശ്യത്തിന് കുറച്ച് സ്പൈസസ് ഒക്കെ ഇട്ട് ഒരു 3-4 സവാളയൊക്കെ വെട്ടിക്കൂട്ടിയിട്ട് അതൊന്ന് വരണ്ടു വരുമ്പോഴത്തേക്കിനും കുറച്ച് തക്കാളി, പച്ചമുളക്, പുതിന, മല്ലിയില ഇതെല്ലാം കൂടെ ഇട്ട് ഒന്നും കൂടെ ഒന്ന് വരട്ടിയെടുക്കും. പിന്നെ കുറച്ച് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും തൈരും കൂടെ ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് വേണമെങ്കിൽ ഉപ്പ് ഇട്ട് കുറച്ച് നാരങ്ങാനീരും പിഴിഞ്ഞ് നല്ലതുപോലെ ഒന്ന് ഇളക്കി കുറച്ചൊന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനില്ലേ നേരത്തെ അതിനെ എടുത്തങ്ങ് ഇടണം. അതെല്ലാം കൂടെ തിളച്ച് വരുമ്പോൾ നമ്മുടെ റൈസ് എടുത്ത ഗ്രേവിയുടെ മേളിലേക്ക് തൂക്കിയിടണം. എന്നിട്ടെല്ലാം കൂടെ അടച്ചു വെച്ചൊരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിനും സംഗതി റെഡി. സാധാരണ തമിഴ് സ്റ്റൈൽ ബിരിയാണിയിൽ ഈ റൈസും ഗ്രേവിയും എല്ലാം കൂടി കുഴച്ചാണ് എടുക്കുന്നത്. പക്ഷേ അതൊക്കെ നമ്മുടെ ഇഷ്ടമല്ലേ, വേണമെങ്കിൽ കുഴയ്ക്കാം, വേണമെങ്കിൽ വേണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.